ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവർ എന്ന് സ്ഥാപിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ RSSനെയും പോലെ എതിർക്കപ്പെടേണ്ട പ്രസ്ഥാനമാണ് SDPI. അവരുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. 45 സീറ്റിൽ SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, പിന്നീട് 36 ആക്കി. ആ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ SDPI ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ വോട്ട് വേണ്ട, അവരുടെ പിന്തുണ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്. എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചോളി. അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. SDPI ഒരു വർഗീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. SDPI ഒരു വർഗീയ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. ഞാനിപ്പോ പറഞ്ഞതെന്താ നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് ഈ UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടരുമായിട്ട് ബന്ധപ്പെടുന്നു സ്ഥാപിക്കലാണ്. ഞങ്ങളെ അതിന് കിട്ടില്ല. ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ അതാണോ കോൺഗ്രസ്? അതാണോ UDF? ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു. ഇനി ആ ചരിത്രമൊക്കെ ഞാൻ എണ്ണണോ? എല്ലാ പത്രസമ്മേളനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവർ എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്.